ബഹിരാകാശ വിക്ഷേപണ പദ്ധതികളിൽ ഇന്ത്യ അങ്ങനെ കുതിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആനകൾ വന്ന് നമ്മുടെ ജീവിതത്തെ വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാന. മൂന്നാർ നല്ലതണ്ണി ITDക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 5 മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയിൽ നിർത്തി. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ കാട്ടിലേക്ക് തുരത്തിയത്. ரொம்ப ஆனை சல்லியமா இருக்கு. வேலைக்கு போக முடியல. காட்டுலயும் போனாலும் அதே தான். ஆனை 3 மணிக்கெல்லாம் ஆனை வந்துடுது காட்டுக்கு. மாடு ஆனை இதே ஒரு பயந்து தான் வேலை செய்கிறோம். காட்டில் ഉയരെ കയ്യിൽ പിടിച്ചിട്ട് വേല ചെയ്യണം നാങ്ങൾ. വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ വന്യജീവികൾ കൂടുതലായി കാടിറങ്ങുകയാണ്. കാട്ടാന ശല്യമാണ് അതിരൂക്ഷം. ദിവസവും ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തി ഭീതി പരത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുമുണ്ട്. മൂന്നാർ നല്ലതണ്ണി ITDക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് ഒടുവിൽ കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 5 മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം തൊഴിലാളികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. நாங்கள் இந்த மாதிரி போகையில் இப்படி ஆனை ரோட்டில் நின்னா நாங்கள் எப்படி போகிறது? இப்போ போனால் எங்களுக்கு இந்த இடத்துல நிற்கின்னே தெரிய மாட்டேங்குது. இதுக்கு இடையில போனால் காட்டு மாடும் நிற்கும் பாதையில். பையன் கால் முடியாத பையன் வச்சுருக்கேன். எங்கள் வீட்டுக்காரர் கிடையாது. 5 மணிலேருந்து நான் சமையல் ஆகணும். காலையில் சாப்பாடு அவனுக்கு கொடுக்கணும், நானும் சாப்பாடை கொண்டு போகணும். 5 மணிலேருந்து திரும்பினா நமக்கு அண்ணன் கூடையும் அவ்வளோ இவ்வளோ நேரம் இருந்துட்டு இப்போ தான் வேலை கிளம்பி போகிறேன். പിന്നീട് വനം വകുപ്പെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി. അതേസമയം ആനയെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താൻ താമസിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തി. എന്നാൽ പെരിവാര മേഖലയിൽ ഇറങ്ങിയ പടയത്തെ തുരത്താൻ പോയതിനാലാണ് എത്താൻ താമസിച്ചതെന്ന് വനംവകുപ്പ് പറഞ്ഞു. നിലവിൽ കന്നിമല മേഖലയിലുള്ള പടയപ്പയുടെ നീക്കങ്ങളും വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.